അഡ്വക്കേറ്റ് ബി എൻ ഭാസ്കർ, ജനങ്ങളെ അഭിമുഖീകരിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലേക്ക് സംസ്ഥാനത്തെ മന്ത്രിമാർ വന്നിരിക്കുകയാണല്ലോ. ഒരുപക്ഷെ ഈ സമീപകാലത്ത് ഇങ്ങനെ കണ്ടിട്ടില്ല. എവിടെയും കടന്നു ചെല്ലുവാൻ മന്ത്രിമാർക്ക് കഴിയുമായിരുന്നു ജനങ്ങളെ അഭിമുഖീകരിക്കാൻ. ഇവിടെ ബിന്ദുവിന്റെ വീട്ടിലേക്ക് രാവിലെ അത്രയും ആളുകളുടെ മുന്നിലേക്ക് വരാൻ സംസ്ഥാനത്തിന്റെ ആരോഗ്യമന്ത്രിക്ക് കഴിഞ്ഞില്ല എന്നുള്ളത് ലജ്ജാകരമാണ്. മന്ത്രി വി എൻ വാസവൻ, കോട്ടയത്തിന്റെ ചുമതല അദ്ദേഹത്തിനാണല്ലോ, മുടിചൂടാ മന്നനാണല്ലോ കോട്ടയത്തിന്റെ, അദ്ദേഹത്തിനും എത്താൻ കഴിഞ്ഞില്ല. ഇപ്പോൾ വൈകിട്ടായപ്പോഴേക്കും വന്നു. മഞ്ജുഷ, ഇതില് വളരെ വേദനാജനകവും നിർഭാഗ്യകരവുമായിട്ടുള്ള ഒരു സംഭവവികാസമാണ് കോട്ടയം മെഡിക്കൽ കോളേജിൽ സംഭവിച്ചിട്ടുള്ളത്. 2013 തന്നെ ആ കെട്ടിടത്തെ സംബന്ധിച്ച് അത് ബലക്ഷയമുള്ള കെട്ടിടമാണെന്ന് PWD റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. 2016 വന്നിട്ടുള്ള ഒന്നാം പിണറായി സർക്കാരിനെ തുടർന്ന് സഖാവ് KK ശൈലജ ആരോഗ്യമന്ത്രിയായിരുന്നു. ഇപ്പോൾ കിഫ്ബി വഴിയാണ് ആ കെട്ടിടത്തിന് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നതിന് നിർമ്മാണ അനുമതി നൽകുകയും അതിനുള്ള തുക നീക്കുകയും ചെയ്തു. പക്ഷെ കോവിഡ് കാലഘട്ടമായതുകൊണ്ട് നിർമ്മാണ പ്രവൃത്തികൾ ത്വരിതഗതിയിൽ നടത്താൻ കഴിയാതെ വരികയും നിന്നുപോയിട്ടുള്ളതും തുടർന്ന് കെട്ടിട നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുള്ളതാണ്. സ്വാഭാവികമായും നഷ്ടപ്പെട്ടു. ഈ കേരളത്തിലെ ആരോഗ്യരംഗത്തെ പ്രവർത്തിക്കുന്ന പൊതുജനാരോഗ്യ രംഗത്ത് പ്രവർത്തിക്കുന്ന ജില്ലാ ആശുപത്രികളിലും അതുപോലെ താലൂക്ക് ആശുപത്രികളിലും ഒക്കെ തന്നെ നിരവധി കെട്ടിടങ്ങൾ കാലപ്പഴക്കം കൊണ്ട് ഉപയോഗശൂന്യമായി നിൽക്കുന്നു എന്നുള്ളതാണ് വസ്തുത. 2014-ലും 2016-ലും അതുപോലെ 2019-ലും ഒക്കെ തന്നെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം വളരെ കൃത്യമായി ഇക്കാര്യത്തിൽ ഒരു ഓഡിറ്റിംഗ് നടത്തിയിട്ടുണ്ട്. പല ജില്ലാ ആശുപത്രികൾ, അങ്ങ് കേരളത്തിലെ ജില്ലാ ആശുപത്രികളിലും അതുപോലെ തന്നെ മെഡിക്കൽ കോളേജുകളിലും അതുപോലെ തന്നെ താലൂക്ക് ആശുപത്രികളിലും ഒക്കെ തന്നെ പരിശോധിച്ചാൽ ആ കെട്ടിടങ്ങൾ ഇത്തരത്തിൽ അപകടാവസ്ഥയിലെ കെട്ടിടങ്ങൾ ഉപേക്ഷിക്കപ്പെട്ടിട്ടുള്ളതായി തിരിച്ചറിയാനാവും. ഇവിടെ പക്ഷേ അവിടെ രോഗികൾ ഉണ്ടായിരുന്നു, എന്നിട്ട് രോഗികളില്ല എന്ന് വരുത്തി തീർക്കുവാനുള്ള ഒരു നാടകം അവിടെ നടക്കുകയും ചെയ്തു. മന്ത്രിയും 2 മന്ത്രിമാരും വന്ന് അവിടെ രോഗികളൊന്നും ഇല്ലായിരുന്നു, ആരുമില്ല എന്നൊക്കെ കള്ളം പറഞ്ഞതൊക്കെ കേരളം കേട്ടതാണ്. ഇനിയും അതിന് ന്യായീകരണം. ഇപ്പോൾ പഴയ കെട്ടിടങ്ങൾ 2013 മുതൽ ബലക്ഷയമുള്ളതായിരുന്നു, അത് മാറ്റുവാനുള്ള ശ്രമം നടന്നു, സുരക്ഷാ ഓഡിറ്റിംഗ് നടത്തി, കിഫ്ബി വഴി പുതിയ കെട്ടിടങ്ങൾ പണിതു എന്നൊക്കെ പറഞ്ഞുള്ള ന്യായീകരണത്തിന് എന്ത് പ്രസക്തിയാണ് ഉള്ളത്? ആരോഗ്യമന്ത്രി ജനങ്ങളോട് കള്ളം പറഞ്ഞു എന്നുള്ളത് തെളിഞ്ഞ കാര്യമാണ്. അപ്പോൾ ആ കസേരയിൽ നിന്ന് ആരോഗ്യമന്ത്രി ഇറങ്ങുകയാണ് ഇനി പ്രധാനപ്പെട്ട കാര്യം, അതിൽ അള്ളിപ്പിടിച്ചിരിക്കാതെ. മഞ്ജുഷ, ഇതിൽ ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള കാര്യം, ഇപ്പോ കേരളത്തിലെ പ്രതിപക്ഷവും ചില മാധ്യമങ്ങളും കേരളത്തിലെ ആരോഗ്യ രംഗത്തെ താറടിച്ചു കാണിക്കുന്നതിനും ആരോഗ്യമന്ത്രിയെ ഒറ്റ തിരിഞ്ഞ് ആക്രമിക്കുന്നതിനുള്ള ഒരു വടിയായി കോട്ടയം സംഭവത്തെ മാറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് വസ്തുത. വളരെ സത്യസന്ധമായി CPM നേതാക്കളോട് ചോദിച്ചു നോക്കൂ, അവരെന്താണ് പറയുന്നതെന്ന് കൂടി അഡ്വക്കേറ്റ് ബി എൻ ഭാസ്കർ ചോദിച്ചു നോക്കൂ. പരസ്യമായിട്ട് അഭിപ്രായ പ്രകടനം നടത്തുവാൻ പത്തനംതിട്ടയിലെ പാർട്ടി സഖാക്കൾ തയ്യാറായിട്ടുണ്ടെങ്കിൽ അവരത്രമാത്രം മടുത്തു ഈ മന്ത്രിയെ കൊണ്ട്. ഈ മന്ത്രിയെ എന്നും സംരക്ഷിക്കുന്ന ഒരു പാർട്ടിയായി CPM അധപ്പതിച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണല്ലോ പത്തനംതിട്ടയിലെ പാർട്ടി സഖാക്കൾക്ക് പരസ്യമായിട്ട്, അതായത് തങ്ങളുടെ ഭാവി പോലും അടയും എന്ന ഉത്തമ ബോധ്യത്തിൽ തന്നെ അവർ ഈ മന്ത്രിയെ തള്ളിപ്പറഞ്ഞിരിക്കുന്നത്. മന്ത്രി പോയിട്ട് ഒരു MLA പോലും ആകാൻ യോഗ്യല്ല എന്നാണ് പറയുന്നത്. മഞ്ജുഷ്, ഇതില് ഏറ്റവും പരമപ്രധാനമായി ശ്രീമതി വീണ ജോർജിന് പറ്റിയ ഒരു അപകടം ഉണ്ടായിട്ടുണ്ട്. ആദ്യം ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ മാധ്യമങ്ങളെ കാണുകയും ആ വിവരങ്ങൾ അവർ മാധ്യമങ്ങളുമായി പങ്കുവയ്ക്കുകയും ചെയ്തു. പക്ഷേ തുടർന്ന് വസ്തുതകൾ മനസ്സിലാക്കിയ സാഹചര്യത്തിൽ ശ്രീമതി വീണ ജോർജ് മാധ്യമങ്ങളോടും പൊതുജനത്തോടും മാപ്പ് ചോദിക്കണമായിരുന്നു എന്ന വിചാരമുള്ള ഒരാളാണ്. നിശ്ചയമായും അത് ചെയ്യേണ്ടിയിരുന്നത് ഒരു പൊതുപ്രവർത്തകർക്ക് അനുയോജ്യമായ ഒരു പ്രവൃത്തിയായിരിക്കും എന്നുള്ളതാണ്. ഈ വിവാദങ്ങൾ അതോടുകൂടി മാപ്പ് ചോദിക്കുന്നില്ല എന്ന് മാത്രമല്ല, താൻ പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുകയാണ് വീണ ജോർജ് ചെയ്യുന്നത്. അതായത് ആ അഹങ്കാരമാണ് അവരിൽ നിന്ന് ഇപ്പോൾ. അല്ലല്ല, അത് സഹിക്കുവാൻ കേരള സമൂഹത്തിന് പറ്റുകയില്ല. അവർക്ക് തെറ്റുപറ്റി എന്നുള്ള കാര്യം അവർ സമ്മതിക്കുന്നില്ല. അഡ്വക്കേറ്റ് ബി എൻ ഭാസ്കർ, മനുഷ്യ സഹജമായ തെറ്റുകൾ ഏതു മനുഷ്യർക്കും പറ്റും. ആ തെറ്റുകൾ തിരുത്തുകയും ആ തെറ്റുകൾ ഏറ്റുപറയുകയും ചെയ്യുക എന്ന് പറയുന്നത് മനുഷ്യത്വത്തിന്റെ ഏറ്റവും വലിയ കാരുണ്യമായി നാം കാണാറുള്ളത്. ശ്രീമതി വീണ ജോർജിന്റെ തെറ്റുപറ്റി ആ തെറ്റ് ഏറ്റുപറയുന്നതിന് അവർ മടി കാണിച്ചതാണ് ഈ വിവാദങ്ങളുടെ ആകമാനമുള്ള തുടക്കം. ഞാൻ കരുതുന്നത് മറ്റൊരർത്ഥത്തിലാണ്. ഈ വിവാദങ്ങൾ ഒരു മരണത്തിലേക്ക് എത്തിച്ചു. ശ്രീമതി ബിന്ദു മരണപ്പെട്ടത് വളരെ വേദനാജനകമാണ്. ഒരു കുടുംബത്തിന്റെ അത്താണിയായിരുന്നു, 2 കുഞ്ഞുങ്ങളുടെ മാതാവായിരുന്നു. അവരുടെ നഷ്ടം നികത്താനാവാത്തതാണ്. പക്ഷേ സംസ്ഥാന സർക്കാരിന് ചെയ്യാൻ കഴിയുന്ന എല്ലാ സഹായവും എല്ലാ ചേർത്തുപിടിക്കലും ശ്രീമതി ബിന്ദുവിന്റെ കുടുംബത്തോടൊപ്പം ഉണ്ട് എന്നുള്ള വസ്തുത ഇന്ന് മുഖ്യമന്ത്രിയായിട്ടുള്ള സഖാവ് പിണറായി വിജയൻ തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പൊ ആ സാഹചര്യം കൂടി അങ്ങ് പരിശോധിക്കുക. എന്തിനാണ് വിവാദപരമായി ഇത്തരം വിഷയങ്ങളെ വിവാദമാക്കുകയും
അതോടൊപ്പം തന്നെ കേരളത്തിലാകമാനം ഇത്തരം കോലാഹലങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യുന്നത് എന്നുള്ളിടത്താണ് ഏറ്റവും വലിയ പ്രശ്നം. കേരളത്തിലെ ആരോഗ്യരംഗം കഴിഞ്ഞ 9 കൊല്ലമായി വന്നിട്ടുള്ള സമഗ്രമായ മാറ്റത്തെ കേരളം ആ മാറ്റത്തെ കാണാതിരിക്കുക, ആ മാറ്റം ഉൾക്കൊള്ളാതിരിക്കുക എന്നുള്ള സതുദ്ദേശപരമല്ലാത്തതുമായിട്ടുള്ള പ്രവൃത്തിയാണ് നിലവിൽ പ്രതിപക്ഷം നടത്തിക്കൊണ്ടിരിക്കുന്നത്, പ്രതിപക്ഷ വിഭജന സംഘടനകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് കുറ്റകരമായ അനാസ്ഥയാണ്. ആ കുറ്റകരമായ അനാസ്ഥയിൽ നിന്ന് പ്രതിപക്ഷം പിൻവാങ്ങണം എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ എനിക്ക് പറയാനുള്ളത്. പ്രതിപക്ഷം എവിടെ പിൻവാങ്ങണം? ആരുടെ അനാസ്ഥ? പ്രതിപക്ഷത്തിന്റെ അനാസ്ഥയോ? അങ്ങനെയല്ല. ഈ സമരം കുറ്റകരമായ അനാസ്ഥയൊന്നും അല്ല അഡ്വക്കേറ്റ് ബി എൻ ഹസ്കർ. അത് കേരളം ആവശ്യപ്പെടുന്നത് തന്നെയാണ്. ഈ സമയത്ത് അങ്ങനെ ഒരു സമരം നടത്തിയില്ലെങ്കിൽ പ്രതിപക്ഷത്തെ നോക്കി ജനം പറയും ഇത്ര കാര്യക്ഷമതയില്ലാത്തവരാണോ നിങ്ങൾ എന്ന്. അങ്ങനെ ഒരു പ്രതിപക്ഷം കേരളത്തിന് വേണ്ട. അതുകൊണ്ടാണ് ഇത് ജനസമക്ഷം ഉന്നയിച്ചേ പറ്റുകയുള്ളൂ. അല്ലല്ല ഇത് കുറ്റകരമായ അനാസ്ഥ നടത്തിയത് ആരാണ്? ആരോഗ്യമന്ത്രിയാണ്, സർക്കാരാണ്. അവരെ സംരക്ഷിക്കുന്ന CPM ആണ്. ഒരു വീഴ്ച സംഭവിച്ചു. ഞാനത് ഒരു വീഴ്ച എന്ന് പറയുമ്പോൾ ആ വീഴ്ചക്ക് ഒരു ജീവന്റെ വിലയുണ്ട്. ഒരു ജീവന്റെ വിലയുണ്ട് അഡ്വക്കേറ്റ് ബി എൻ ഹസ്കർ. അല്ല, നിശ്ചയമായി അതൊരു ഒറ്റപ്പെട്ട സംഭവമാണ്. അല്ല, ഒറ്റപ്പെട്ട സംഭവമല്ല. ഒറ്റപ്പെട്ട സംഭവമായിട്ട് അല്ല, ഇത് ഓരോന്നും ഈ ഒറ്റപ്പെട്ട സംഭവമാണെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ 9 വർഷം കൊണ്ട് എത്രയോ ഒറ്റപ്പെട്ട സംഭവങ്ങളാണ് നടന്നിരിക്കുന്നത്. അത് ചേർത്ത് വെച്ചാൽ 10,000 കണക്കിന് സംഭവങ്ങളായി. ശരി.